ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്ലട്ടർ ഫോർ ന്യൂബ്സ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്കും വീഡിയോസിലേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയ സ്ഥലത്തുനിന്ന്, അതായത് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ആ റെപ്പോസ്ട്രി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന റെപ്പോസ്ട്രി ചെക്കൗട്ട് ചെയ്തു, അതൊന്ന് ട്രൈ ഔട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അഗെയിൻ ഈ റെപ്പോസിറ്ററി ചെക്കൗട്ട് ചെയ്തിട്ട് ഒരു ആക്ച്വൽ ആപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വൽ ആപ്ലിക്കേഷൻ എന്ത് ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് ഒരു വയർ ഫ്രെയിമും ഒരു ഐഡിയേഷൻ കൺസെപ്റ്റും അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സിൽ കൂടെ വായിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു കൂടുതൽ ഐഡിയ കിട്ടും. അതായത് എന്താണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു ഡൊമൈനിലാണെങ്കിലും ഇൻ്റർവ്യൂസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇൻ്റർവ്യൂവേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് 2 റോൾ വരും. യൂസർ റോൾസ്, അഡ്മിൻ റോളും ഇൻ്റർവ്യൂവറും വരും. അഡ്മിനാണ് ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. കാറ്റഗറീസ്, ഡൊമൈൻസ്, ഡിഫിക്കൽറ്റി ലെവലൊക്കെ വെച്ചിട്ട് ഈസി ക്വസ്റ്റ്യൻ, ഹാർഡ് ക്വസ്റ്റ്യൻ, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് കാറ്റഗറൈസ് ചെയ്യുന്നതും ഈ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ അഡ്മിനായിരിക്കും. മീൻസ് അഡ്മിൻ റോളുള്ള ആളായിരിക്കും. ഇൻ്റർവ്യൂവർ ഇതുപോലെ തന്നെ ലോഗിൻ ചെയ്തതിന് ശേഷം അവർക്ക് ഡൊമൈൻ, കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്പ്ലേ വരും. ആ ക്വസ്റ്റ്യൻസ് അവർക്ക് മുമ്പിലിരിക്കുന്ന കാൻഡിഡേറ്റിനോട് ചോദിക്കാം. അപ്പോൾ കാൻഡിഡേറ്റ് പറയുന്ന ആൻസറിനകത്ത് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കീ പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് വാലിഡേറ്റ് ചെയ്യാം. Based on their experience, they can validate that answer and give a score like a percentage. ആ കാൻഡിഡേറ്റ് പറയുന്ന ആൻസർ എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു 60% കറക്റ്റാണ്, 80% ഒക്കെയാണ്, ആ രീതിയിലൊരു പെർസെൻറ്റേജ് സ്ലൈഡർ ഉണ്ടോ. അതിനുശേഷം കാൻഡിഡേറ്റിന് ഫീഡ്ബാക്ക്, മീൻസ് നമുക്ക് മിക്കപ്പോഴും ഇഷ്യൂ വരുന്നൊരു കാര്യമാണ്. ഇൻ്റർവ്യൂവേഴ്സ് ചിലപ്പോൾ ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചുവെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയായിരിക്കണം ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതെന്നോ ചിലപ്പോൾ മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവർ നോട്ട് പാഡിലൊക്കെ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ അത് ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ഫ്ലോവിനെ ചിലപ്പോൾ ബാധിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, ഇൻ്റർവ്യൂവറിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീഡ്ബാക്ക് എല്ലാം നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഫീച്ചറും വേണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നും അതിൻ്റെ ഇൻ്റർവ്യൂവർ ഇൻ്റർഫേസ് എങ്ങനെയാണ്, സ്കോറിങ്, ഫീഡ്ബാക്ക് എങ്ങനെയാണ്, എക്സ്പോർട്ട് ആൻഡ് ഷെയറിങ്, ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് ഉള്ളത്. പിന്നെ UI വെബിനകത്തും മൊബൈലിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന UI ആയിരിക്കണം, സ്കെയിൽ ചെയ്യാൻ പറ്റണം. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഡോക്യുമെൻറ്റിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യാൻ പോകുന്ന ഫ്ലട്ടറും ബാക്ക് എൻഡ് യൂസ് ചെയ്യാൻ പോകുന്ന ഫയർബേസുമാണ്. ഫയർബേസിലെ ഫയർസ്റ്റോർ ഡാറ്റാബേസ് ആയിരിക്കും നമ്മൾ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ സർവീസും ബാക്ക് എൻഡ് സർവീസ് എല്ലാം വരുന്നത് ഫയർബേസിൽ നിന്നായിരിക്കും. ഫ്രണ്ട് എൻഡ് ഫ്ലട്ടറും ആയിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഗെയിൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഡ്രൈവിലിട്ടിട്ട് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലായി കാണില്ല. അതായത് എന്താണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കാനായിട്ട് ഒരു വയർ ഫ്രെയിംസ്, ആക്ച്വലി UIs അല്ല, ജസ്റ്റ് വയർ ഫ്രെയിംസ് എന്താണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് സ്ക്രീൻ വരുന്നത് ഓഫ് കോഴ്സ് ലോഗിൻ, പിന്നെ സൈനപ്പ്, അങ്ങനത്തെ പേജുകളൊക്കെ ഉണ്ടാവും. അത് കൂടുതൽ ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ലോഗിൻ പേജ് ഉണ്ടാവും. അതിനകത്ത് യൂസർ നെയിം, പാസ്വേഡ് വെച്ച് കയറാൻ പറ്റും. അഗെയിൻ അത് ഫയർബേസിൻ്റെ ഒത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ലോഗിൻ ഓപ്ഷൻസ് നമുക്ക് എനേബിൾ ചെയ്യാം. OTP ഓത്ത് ഉണ്ടാവും, സോഷ്യൽ ഒതൻറ്റിക്കേഷൻ, അതായത് Gmailൊക്കെ വെച്ചിട്ടുള്ള ഒതൻറ്റിക്കേഷൻ ഉണ്ടാവും. ഇമെയിൽ പാസ്വേഡ് വെച്ചിട്ടുള്ള ഒതൻറ്റിക്കേഷൻ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഫീച്ചേഴ്സ്, ഫോർഗട്ട് പാസ്വേഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ആയിരിക്കും സൈൻ ഇൻ മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ഡൊമൈൻസ് ആയിരിക്കും. ഡൊമൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പല ഡൊമൈൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ടെക്നിക്കൽ ഡൊമൈൻ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ HR റൗണ്ടിൽ എടുക്കാനായിട്ട് HRൻ്റെ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ HR ഡൊമൈൻ ഉണ്ടാവും. പിന്നെ ഫ്ലട്ടർ ഒരു ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ആൻഡ്രോയിഡ്, iOS അല്ലെങ്കിൽ PHP, പൈത്തൺ, മെയിൻ സ്റ്റാക്ക്, ഇതൊക്കെയാണ് ഡൊമൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡൊമൈൻസ് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൊമൈനിനകത്ത് നമുക്ക് കുറച്ച് ഇൻ്റർവ്യൂ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ എക്സാമ്പിളിന് ഇനീഷ്യൽ സ്ക്രീനിങ് എന്നുള്ളൊരു ടെംപ്ലേറ്റ് ആണെങ്കിൽ അതിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മീൻസ് ഇനീഷ്യൽ സ്ക്രീനിങ് എന്നുള്ളൊരു ടൈപ്പ് ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റണം.
അത് കൂടാതെ നമുക്ക് റാൻഡമായിട്ട് നമുക്കായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാൻ പാകത്തിന് ഒരു ടെംപ്ലേറ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. അതിനകത്ത് നമുക്ക് മീൻസ് ഇൻ്റർവ്യൂവർക്ക് പിക്ക് ചെയ്ത് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാനുള്ള സ്ക്രീൻ ഉണ്ടാവും. അതിനുശേഷം ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇനിഷ്യൽ സ്ക്രീനിങ് എന്നുള്ളൊരു ടെംപ്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്വസ്റ്റ്യൻസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. ബേസിക്സ്, ഊപ്സ്, സെക്കൻഡ് ലെവൽ, പ്രോഗ്രാമിംഗ്, DSA, അങ്ങനെ പല കാറ്റഗറീസിലായിരിക്കും ക്വസ്റ്റ്യൻസ്. ഈ ഓരോ കാറ്റഗറിയിലും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇപ്പോൾ അതിനകത്ത് കാൻഡിഡേറ്റ് കുറച്ചൊക്കെ ആൻസർ ചെയ്തു. അതിനകത്ത് കുറച്ച് ചില ക്വസ്റ്റ്യൻസ് ഒരു 80%, ചില ക്വസ്റ്റ്യൻസ് ഒരു 60% ആക്യുറസിയിലൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂടി അക്യുമുലേറ്റീവ് ആയിട്ടുള്ള മീൻസ് ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു എന്നുള്ളൊരു ഡീറ്റെയിലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ. ഇതുപോലെ കാറ്റഗറീസിൽ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈസി, മീഡിയം, ഹാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് പല ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ആ ഓരോ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്താലും അതിൻ്റെ ഡീറ്റെയിൽ പേജിലേക്ക് പോകും. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതിയിട്ടുണ്ടാവും. അതുകൂടാതെ അതിനകത്ത് കീ പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് എന്തൊക്കെയാണ് നമുക്ക് റിപ്ലൈ തരുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കീ പോയിൻറ്റ്സ് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫ്ലട്ടർ ആർക്കിടെക്ചറിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ഡെഫിനറ്റ്ലി ആയിട്ട് അതിനകത്ത് 3 ലെയർ ഉണ്ടെന്നും ഫ്രെയിംവർക്ക് ലെയർ എന്താണ്, എഞ്ചിൻ ലെയർ എന്താണ്, എംബ്രർ ലെയർ എന്താണെന്നൊക്കെ പറയണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മിസ്സാവാതിരിക്കാനുള്ള കുറച്ച് കീ പോയിൻറ്റ്സ് അഗൈൻ ഇൻ്റർവ്യൂവറിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങളെല്ലാം കാൻഡിഡേറ്റ് പറയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ ഒരു ഏരിയ, ഒരു ലേബൽ പോലത്തെ ഒരു ഏരിയ. ഇതിന് ശേഷം ഇപ്പോൾ ഒരു സ്ലൈഡർ ഉണ്ടാവും ഇവിടെ താഴെ. ഈ കാൻഡിഡേറ്റ് പറയുന്ന ആൻസർ എത്രത്തോളം ആക്യുറേറ്റ് ആണ് നമുക്ക് ലേറ്റർ സ്കോറിംഗ് സമയത്തേക്ക് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് എത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു 100% ആക്യുറസി ആണെങ്കിൽ നമുക്ക് സ്ലൈഡർ 100ലേക്ക് ആക്കി ഇടാം. ഇപ്പോൾ ഒരു 20-28 ഒക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ എവിടെ ഇടാം. ഒരു ആവറേജ് ആണെങ്കിൽ 50-60% ഇടാം. അപ്പോൾ ഈ രീതിയിലൊരു സ്ലൈഡർ പെർസെൻറ്റേജ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യന് കാൻഡിഡേറ്റ് എത്ര കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു എന്ന് മാർക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു സ്ലൈഡറാണത്. ഇനി നമുക്കിതിനകത്ത് കാൻഡിഡേറ്റിന് കുറച്ച് ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടാവും ചിലപ്പോൾ ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഓൾറെഡി ഇതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, ന്യൂട്രൽ ഫീഡ്ബാക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത്, അതായത് അഡ്മിൻ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എക്സാമ്പിളിന് ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നീഡ് ടു ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് എൻജിൻ ലെയർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇങ്ങനെ കുറച്ച് ഒരു 3-4 ഫീഡ്ബാക്ക് ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ നെഗറ്റീവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഫീഡ് വെച്ചിരിക്കുന്ന ഫീഡ്ബാക്കുകൾ ഈ എഡിറ്റ് ടെക്സ്റ്റിനകത്ത് വരും. അപ്പോൾ ഇൻ്റർവ്യൂവർക്ക് അതിനകത്ത് ഏതൊക്കെയാണോ ആപ്ലിക്കബിൾ അത് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതുപോലെ ഒരു കാൻഡിഡേറ്റ് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോസിറ്റീവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ടെംപ്ലേറ്റുകളിൽ നിന്ന്, ഫീഡ്ബാക്ക് ടെംപ്ലേറ്റുകളിൽ നിന്ന് പോസിറ്റീവ് ആയിട്ട് ഈ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായിരിക്കും കമൻറ്റ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടെംപ്ലേറ്റ് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമൻറ്റിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതുപോലെ തന്നെ ന്യൂട്രൽ കമൻറ്റിനും. അപ്പോൾ ന്യൂട്രൽ, നെഗറ്റീവ്, പോസിറ്റീവ് കമൻറ്റ്സുകൾ ഒരു ഫീഡ്ബാക്ക്, ഒരു ടെംപ്ലേറ്റ് പോലെ വന്ന് നിൽക്കും. അത് നമുക്ക് എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യാം. അഗൈൻ ഈ പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റർവ്യൂർക്ക് അപ്പോൾ കൂടുതൽ ടൈപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ ഇൻ ജനറൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കുമല്ലോ. അതിപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ടെംപ്ലേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അത് ആവശ്യമുള്ളത് എഡിറ്റ് ചെയ്താൽ മതി. അഗൈൻ ഇവിടെ സ്കോറിൻ്റെ കാര്യം നമുക്ക് എത്ര പെർസെൻറ്റേജ് കംപ്ലീഷൻ മീൻസ് എത്ര പെർസെൻറ്റേജ് കറക്റ്റാണ് എന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് അടിക്കാം. ഇനി ചില കേസിനകത്ത് ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൾ ഓൾറെഡി ചിലപ്പോൾ അതിന് മുമ്പത്തെ ക്വസ്റ്റ്യനകത്ത് അത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളിന് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ മേ ബി ഫ്ലട്ടർ ആർക്കിടെക്ചർ എന്നുള്ളത് ഇതിനേക്കാളും മുമ്പ് ഫ്ലട്ടറിൻ്റെ ബേസിക്സ് പറഞ്ഞ സമയത്ത് ആൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിന് മുമ്പത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കേസിനകത്ത് നമുക്ക് എയ്തർ നമുക്ക് ഒരു മീൻസ് ആളിത് പറഞ്ഞു എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ സ്കോർ കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതിന് റിലവൻസ് ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലേക്ക് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വയ്ക്കുക. ആ ക്വസ്റ്റ്യൻ ആൾ ഒന്നും പറഞ്ഞിട്ടില്ല, ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ല. ആൾക്ക് ഈ ഒരു ട്രാക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് ആൾക്കൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് റിലവൻസ് ഇല്ലാതെ വരും. അങ്ങനത്തെ കേസിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് UI
നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അഗെയിൻ ഒരു വയർ ഫ്രെയിം മാത്രമാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള UI അല്ല. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള UI നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് പോകുമ്പോൾ തന്നെ ചെയ്ത് പോകാം. ജസ്റ്റ് ഒരു വയർ ഫ്രെയിം ഒരു ഐഡിയ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ബേസിക് UI ആണ്, ഫംഗ്ഷനാലിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള UI ഇപ്പോൾ ഫിഗ്മ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലൊക്കെ വെച്ച് നമ്മൾ വളരെ അടിപൊളി UI ഒന്നും ഉണ്ടാക്കുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അഗെയിൻ നമുക്കിനി നമ്മുടെ പ്രൊജക്റ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റെപ്പോസിറ്ററി. ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതിനെപ്പറ്റി കൂടുതൽ ഞാനിപ്പോൾ വീണ്ടും പറയുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നത്, ലാസ്റ്റ് ടൈം നമ്മളിത് ക്ലോൺ ചെയ്യാറും ചെയ്തത്. പക്ഷെ നമുക്കിത് ഒരു പുതിയ ആപ്ലിക്കേഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് എന്ത് വേണം, നമുക്കൊരു പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാണല്ലോ. അപ്പോൾ അതിന് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്, അഗെയിൻ നമ്മൾ ഗിറ്റ്ഹബിനകത്ത് പോകും. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗിറ്റ്ഹബിനകത്തോട്ട് വന്നു, റെപ്പോസിറ്ററീസിലേക്ക് വന്നു, ന്യൂ ക്ലിക്ക് ചെയ്തു. ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റെപ്പോസിറ്ററിക്ക് ഒരു പേര് കൊടുക്കുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഓപ്ഷണലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു റീഡ്മി ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലൈസൻസ് നമുക്ക് GNU ലൈസൻസ് കൊടുക്കാം. ടെംപ്ലേറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ഡാർട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അഗെയിൻ നമുക്ക് നമ്മളുടെ ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടുത്തെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്തു. ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തു. അപ്പോൾ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ആവും. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയി. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ റെപ്പോസിറ്ററി നമ്മുടെ ഫോൾഡർ സെഷനിലേക്ക് ക്ലോൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഇവിടുന്ന് ക്ലോൺ URL കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇവിടേക്കാണ് നമ്മൾ ക്ലോൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പേസ്റ്റ് ചെയ്യാണ് ആ URL. അപ്പോൾ ആ ഒരു എംപ്റ്റി ഫോൾഡർ, അതായത് നമ്മളിപ്പോൾ ക്ലോൺ ചെയ്തിരിക്കുന്ന റെപ്പോസിറ്ററി, അതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നുമില്ല, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റെപ്പോസിറ്ററിക്ക് ക്ലോണായി വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ തന്നെ നമ്മളുടെ ക്വിക്ക് സ്റ്റാർട്ടർ റെപ്പോസിറ്ററി പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ, ലൈക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫ്ലട്ടർ യൂട്ടിലിറ്റി ഹബ്ബ്, ഈ ഒരു URL ആണ്, മീൻസ് ഈ ഒരു റെപ്പോസിറ്ററിയാണ് നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ടറിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഡൗൺലോഡ് ആ സിപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഫോൾഡറിനെ കോപ്പി ചെയ്ത് നമ്മളുടെ ഫോൾഡറിലേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടേക്ക് അവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. ദെൻ നമുക്ക് ആ സിപ്പ് ഫയൽ വേണ്ട, നമ്മൾ അതിനകത്തുള്ള കണ്ടൻറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ദെൻ അഗെയിൻ ഇതിനകത്തുള്ള കണ്ടൻറ്റ് ഫുള്ള് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ക്ലോൺ ചെയ്ത റെപ്പോസിറ്ററിയിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി, നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ റീഡ്മി ഫയൽ ഉണ്ടല്ലോ, റീഡ്മി ഫയൽ മാറിപ്പോയി. അതായത് റീഡ്മി ഫയൽ നമുക്ക് ശരിക്കും വേണ്ടത് നമുക്ക് ആ റീഡ്മി ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നെ ഒന്നും കൂടി കോപ്പി ചെയ്ത് ഇവിടേക്ക് ഇടാം. ഇതാണ് നമുക്ക് ആക്ച്വലി വേണ്ട റീഡ്മി കണ്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഫ്ലട്ടർ യൂട്ടിലിറ്റി ഹബ്ബ് കോപ്പി ചെയ്തപ്പോൾ അതിൻ്റെ റീഡ്മി ഇവിടേക്ക് അപ്ഡേറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ, ആ സിപ്പ് ഫയലിന് എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ക്ലോൺ ചെയ്ത ഫോൾഡറിലേക്ക് നമുക്ക് യൂട്ടിലിറ്റി ഹബ്ബ്, അതായത് ആ ക്വിക്ക് സ്റ്റാർട്ടർ റെപ്പോസിറ്ററി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലട്ടറിനകത്ത് VS കോഡിനകത്ത് ഓപ്പൺ ചെയ്യാം. VS കോഡിനകത്ത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഫയലിനകത്ത് ഓപ്പൺ ഫോൾഡർ കൊടുത്തു. ദെൻ നമ്മളുടെ ഫോൾഡറിലേക്ക് വന്നു.
ഇൻ്റർവ്യൂ ക്രാഫ്റ്റ് ആപ്പിലേക്ക് വന്നു. അതിനകത്ത് ഫോൾഡറാണ് നമ്മുടെ ആവശ്യമുള്ള ഫോൾഡർ. അത് ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആ ഒരു ഇനീഷ്യൽ ലോഡിങ് ഇൻഡെക്സിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓക്കെ, അനലൈസിങ്, ഇൻഡെക്സിങ്, ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പബ്സ്പെക്കിനകത്ത് പോകാം. ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. നമ്മൾ ഫ്ലട്ടർ യൂട്ടിലിറ്റി ഹബ് എന്നുള്ള കാര്യം നമ്മളിവിടെ നിന്ന് റീനെയിം ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ഇതിവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. ഒന്നിൽ Ctrl+Shift+F അടിച്ചാലും മതി, അല്ലെങ്കിൽ ഇവിടുത്തെ സെർച്ച് വിൻഡോയിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അത്രയും ഒക്യൂറൻസ് ഇവിടെ കാണിച്ചു. എന്നിട്ട് എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്? നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ഇൻ്റർവ്യൂ ക്രാഫ്റ്റ് എന്നാക്കണം ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, അതിനുശേഷം റീപ്ലേസ് ഓൾ കൊടുക്കാം. 81 ഒക്യൂറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് റീപ്ലേസ് കൊടുക്കാം. ഓക്കെ, അത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. അപ്ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഫ്ലട്ടർ പബ്ഗിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡൻസീസ് ഒക്കെ ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പബ്സ്പെക്കിനകത്ത് ചേഞ്ച് വരുത്തിയത് കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം അപ്ഡേറ്റ് ആയി, എല്ലാം ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലൂടെ വന്നിട്ടുണ്ട്. അനലൈസിങ് ആണ്. അനലൈസിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പാകത്തിനാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലോൺ ചെയ്ത സമയത്ത് ഇനീഷ്യലി ചെയ്തത്. ദെൻ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്മിറ്റ് ചെയ്യാണ്. എല്ലാ ചേഞ്ചസും സ്റ്റേ ചെയ്തിട്ട് ഇനീഷ്യൽ കമ്മിറ്റ് ആഫ്റ്റർ പ്രൊജക്റ്റ് സെറ്റപ്പ് ഒരു കമ്മിറ്റ് മെസ്സേജും കൊടുത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് ചെയ്തിട്ട് ആ ചേഞ്ചസ് നമ്മൾ നമ്മളുടെ റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുഷായി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ റെപ്പോസിറ്ററിയിൽ പോയി നോക്കാം ഇവിടെ കോഡിനകത്ത് അതുണ്ടോ എന്നുള്ളത്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റീഡ്മി എല്ലാം അങ്ങനെ എടുക്കുന്നുണ്ട്, നമ്മുടെ ഫോൾഡേഴ്സ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് VS കോഡിനകത്ത് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കോഡൊന്നും ചെയ്യാതെ ഇത് റൺ ആവുമോ എന്നറിയണ്ടേ. നമ്മൾ ഫ്ലട്ടർ റൺ അടിച്ചു, ക്രോം സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് റൺ ആയിക്കോളും. നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമുക്ക് പ്രൊജക്റ്റിൻ്റെ ബാക്കി ഇപ്പോൾ നമ്മൾ വയർ ഫ്രെയിംസ് ഡിസ്കസ് ചെയ്തു. അതായത് ഇങ്ങനത്തെ സ്ക്രീൻസ് എന്തൊക്കെ വേണം അങ്ങനത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി ഈ സ്ക്രീൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റാബേസിനെ പറ്റി ഒന്ന് ആലോചിക്കണം. അതായത് ഈ ഡാറ്റയൊക്കെ എങ്ങനെ സേവ് ചെയ്യുന്നുള്ളത്. അത് ഞാൻ അഗെയിൻ ഓൾറെഡി ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്നെടുത്ത് കാണിക്കാം. അപ്പോൾ ഐഡിയേഷൻ എന്നുള്ളൊരു ഫയലുണ്ട് ഇവിടെ. ഈ ഐഡിയേഷൻ ഫയലിനകത്താണ് ഞാനിപ്പോൾ DB ഒക്കെ ജസ്റ്റ് റഫായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, റണ്ണായി വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ആ സമയം കൊണ്ട് ഫയലിലേക്ക് പോകാം. ഐഡിയേഷൻ ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ആപ്ലിക്കേഷനെ പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം റഫായിട്ട് ചുമ്മാ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഫയലിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ആപ്ലിക്കേഷന് വേണ്ട ഡാറ്റാബേസ് സൈഡ് ഈ സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫീച്ചർ വൈസ് ലിസ്റ്റിങ് റൈറ്റ് സൈഡിലുമാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഡാറ്റാബേസ് സൈഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റണ്ണായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഡ് ചേഞ്ച് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ റണ്ണായി വന്നിട്ടുണ്ട്. ആ ഒരു ബേസിക് ടെംപ്ലേറ്റ് ഇവിടെ ഓക്കെയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ക്ലീൻ ആർക്കിടെക്ചർ, ബ്ലോക്ക്, പ്രോഗ്രസ് ഡയലോഗ്സ്, അലേർട്ട് ഡയലോഗ്സ്, ബേസിക് തീം കസ്റ്റമൈസേഷൻ, ലോക്കലൈസേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര സമയം എടുത്തു? നിയർലി ഒരു 5 minutes എടുത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് എഴുതുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെപ്പോസിറ്ററി, ഒരു ക്വിക്ക് സ്റ്റാർട്ട് സെറ്റപ്പ് എന്നുള്ളൊരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചതിൻ്റെ ഫ്ലോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഓക്കെ ആയി. അതിൻ്റെ നാവിഗേഷൻ, റൂട്ടർ വെച്ചിട്ടുള്ള നാവിഗേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സക്സസ് ആയിട്ടുള്ള പാസ്വേഡ് വരുന്ന സമയത്ത് എങ്ങനെ അടുത്ത പേജിലേക്ക് പോകും, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ ഇവിടെ റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഗെയിൻ നമുക്ക് ഡാറ്റാബേസ് സൈഡിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഡാറ്റാബേസിനകത്തോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഫയർ ബേസാണ് ബാക്ക് എൻഡായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു.
ഫയർബേസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളക്ഷൻസ് ഉണ്ടല്ലോ ഫയർബേസിനകത്ത്. നമുക്ക് ആദ്യം തന്നെ ഒരു ഫയർബേസ് എടുക്കാം അല്ലേ. നമുക്കൊരു ഫയർബേസ് കൺസോളിൽ പോവാം. ഫയർബേസിനകത്ത് എടുത്ത് ഗോ ടു കൺസോൾ കൊടുത്തു. പ്രൊജക്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നു. നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആഡ് എ പ്രൊജക്റ്റ്, എൻ്റർ യുവർ പ്രൊജക്റ്റ് നെയിം. നമുക്ക് പേര് കൊടുക്കേണ്ടത് ഇൻ്റർവ്യൂ ക്രാഫ്റ്റ് എന്നാണ്. ഓക്കെ, ഇൻ്റർവ്യൂ ക്രാഫ്റ്റ് എന്ന് കൊടുത്തു. കണ്ടിന്യൂ അടിച്ചു. ഗൂഗിൾ അനലിറ്റിക്സ് എനേബിൾ ചെയ്യണോ? എനേബിൾ ചെയ്തിട്ടേക്കാം. കണ്ടിന്യൂ കൊടുക്കാം. കോൺഫിഗർ ഗൂഗിൾ അനലിറ്റിക്സ്. ഒരു അക്കൗണ്ട് ഇവിടെ വേണം. ഡിഫോൾട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ദെൻ ക്രിയേറ്റ് എ പ്രൊജക്റ്റ്. നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവണം. അതിനുശേഷം പ്രൊജക്റ്റിനകത്തൊരു ഇനീഷ്യൽ കുറച്ച് കോൺഫിഗറേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യണം. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ഫയർ ബേസ് വെച്ച് ബാക്ക് എൻഡ് വെച്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലെല്ലാം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അധികം വൈകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആ പ്രൊജക്റ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ടാസ്കുകളെല്ലാം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അത് ചെയ്യാനായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു 5-10 മിനിറ്റ് മതി. നമുക്ക് അധികം സമയം വേണ്ട. നമുക്കിപ്പോൾ അതേ ഫയർ ബേസ് പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫയർ ബേസിൻ്റെ കൺസോളിലേക്ക് പോകും. പ്രൊജക്റ്റ് ഓവർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് വേണ്ടത്, ഫയർ ബേസിനകത്ത് കുറേ സർവീസുകളുണ്ടല്ലോ. നമുക്കിതിനകത്ത് വേണ്ടത് മെയിനായിട്ട് ഓതൻറ്റിക്കേഷൻ വേണ്ടി വരും. ദെൻ ഡാറ്റാബേസ് വേണ്ടി വരും. ഡാറ്റാബേസിനകത്ത് റിയൽ ടൈം ഡാറ്റാബേസും ഉണ്ട്, ഫയർ സ്റ്റോറും ഉണ്ട്. നമ്മളുടെ ഈ ഒരു പർപ്പസിന് അത് റിയൽ ടൈം ഡാറ്റാബേസിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഫയർ സ്റ്റോർ ഡാറ്റാബേസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ബേസിക് ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഹൗ ഡു ഐ ഗെറ്റ് സ്റ്റാർട്ടഡ്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ, അതായത് ഫയർബേസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് വായിച്ച് നോക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇനീഷ്യലി കുറച്ച് കോൺഫിഗറേഷൻ നമുക്ക് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഡാറ്റാബേസ് ഐ ഡി എന്താണെന്നെല്ലാം. അപ്പോൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, ആഫ്റ്റർ യു സെറ്റ് ദിസ് ലൊക്കേഷൻ യു കാനോട്ട് ചേഞ്ച് ഇറ്റ് ലേറ്റർ. ഓൾസോ if this is your first database, this location setting will be location for your default cloud storage bucket. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൊക്കേഷൻ മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾ കൂടുതൽ എവിടേക്കാണോ ടാർഗറ്റ് ചെയ്യണത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഇതിനനുസരിച്ച് കോസ്റ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. അതായത് മൾട്ടി റീജിയൻ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ബില്ലിംഗ് എല്ലാം ബില്ലിംഗ് എല്ലാം കൂടും. അതുപോലെ സിംഗിൾ റീജിയൻ ആണ്, ഇപ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ചും പ്രൈസിങ്ങിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ബില്ലിങ്ങിനെ പറ്റി നമ്മളിപ്പോൾ കാര്യമായിട്ട് നോക്കണ്ട അല്ലേ, കാരണം ഇവിടെ ഇപ്പോൾ സ്പാർക്ക് പ്ലാൻ ആണ്. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് പേ ആസ് യു ഗോ എന്നുള്ള രീതിയിൽ ലൊക്കേഷൻ അനുസരിച്ച് മാറുമല്ലോ. അപ്പോൾ മൾട്ടി റീജിയനൊക്കെ ആണെങ്കിൽ ഇവിടെ പ്രൈസിങ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇപ്പോഴത്തെ പർപ്പസിന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഡാറ്റാബേസിനകത്ത് ലൊക്കേഷൻ സെലക്ട് ചെയ്യണത് നമുക്ക് തായ്വാൻ, ഹോങ്കോങ്, ടോക്കിയോ, സിയോൾ, മുംബൈ ഉണ്ട്. ദെൻ മീൻസ് ഏഷ്യ സൗത്ത് ആണത്. അപ്പോൾ മുംബൈ സെലക്ട് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്നത് മുംബൈ ആണ്. ദെൻ നെക്സ്റ്റ് അടിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് റൂൾസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസിലേക്ക് ആർക്കൊക്കെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ വെർഷനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഫാൾസ് ആയിരിക്കും, ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മളായിട്ട് തന്നെ ഇവിടെ റൂൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ടെസ്റ്റ് മോഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റ് മോഡിലാണെങ്കിൽ 1 മാസത്തോളം നമുക്ക് സമയം കിട്ടും. അതായത് മാർച്ച് 28 വരെ. ഇന്നിപ്പോൾ ഫെബ്രുവരി 28 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് 28 വരെ നമുക്ക് സമയം കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റൂൾസ് കോൺഫിഗർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റാർട്ട് ഇൻ ടെസ്റ്റ് മോഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഡേറ്റിന് ശേഷം നിങ്ങളുടെ ഡാറ്റാബേസ് വർക്ക് ചെയ്യില്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കണം. ഈ ഡേറ്റിന് ശേഷം നിങ്ങളുടെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പ്രോപ്പറായിട്ടുള്ള ഡാറ്റാബേസ് ആക്സസ് റൂൾസ്, സെക്യൂരിറ്റി റൂൾസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തൊരു സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ചുമ്മാ ഡേറ്റ് കൂട്ടിയിടലാണ്. അങ്ങനെ കൂട്ടിയിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം അത് സെക്യൂരിറ്റി ഫോൾട്ടാണ്. അത്
ഇപ്പോൾ നിങ്ങൾ ഡാറ്റയ്ക്ക് നിങ്ങൾ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡേറ്റ് മാത്രം കൂട്ടിയിട്ട് കൊടുക്കരുത്. അതിന് പകരം പ്രോപ്പറായിട്ട് എന്താണോ നിങ്ങളുടെ സെക്യൂരിറ്റി ക്രൈറ്റീരിയ, ഓതൻറ്റിക്കേഷൻ കാര്യങ്ങൾ, അതെല്ലാം വെച്ചിട്ട് വേണം റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പിന്നെ വരാം. നമുക്ക് ഫയർബേസിൻ്റെ റൂൾസ് എല്ലാം കോൺഫിഗർ ചെയ്യുന്നൊരു ഏരിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഡാറ്റാബേസ്, ഒരു ഇനീഷ്യൽ ഡാറ്റാബേസിൻ്റെ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടായി വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ ഐഡിയേഷൻ എന്നുള്ളൊരു ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് കളക്ഷൻസ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് ഫയർബേസിൽ ഡാറ്റ സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കളക്ഷൻസ് വേണം? നോർമലി നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ഒരു യൂസർ കളക്ഷൻ വേണം. യൂസർ കളക്ഷനിലായിരിക്കും നമ്മുടെ യൂസറിൻ്റെ ID, നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, റോള്, പ്രൊഫൈൽ ഇമേജ്, ഈ കാര്യങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്നത്. ഇതുപോലെ ഡൊമൈൻ എന്നുള്ളൊരു ഒരു കളക്ഷൻ വേണം. അതിനകത്തായിരിക്കും നമ്മൾ പല പല ഡൊമൈൻസ് ലൈക്ക് ഫ്ലട്ടർ, മെയിൻ സ്റ്റാക്ക്, ആൻഡ്രോയിഡ്, HR, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പല പല ഡൊമൈൻസ് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. അവിടെയും ഇതുപോലെ നെയിം, ഡിസ്ക്രിപ്ഷൻ, ഇമേജ് മാത്രം മതി. ഇതുപോലെ കാറ്റഗറി ഉണ്ടാവും. കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലട്ടർ ഡൊമൈൻ ഉള്ളൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഫ്ലട്ടർ ഡൊമൈനകത്ത് പല കാറ്റഗറീസ് വരാം. ലൈക്ക് ഡാർട്ട് ഒരു കാറ്റഗറി ആയിട്ട് എടുക്കാം, ഫ്ലട്ടർ ബേസിക്സ് ഒരു കാറ്റഗറി ആയിട്ട് എടുക്കാം, ഫ്ലട്ടർ അഡ്വാൻസ്ഡ് ടോപ്പിക് ഒരു കാറ്റഗറി ആയിട്ട് എടുക്കാം, വിഡ്ജറ്റ്സ് വേണമെങ്കിൽ ഒരു കാറ്റഗറി ആയിട്ട് എടുക്കാം, ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റ ബേസ്, ഇതുപോലെ പല പല കാറ്റഗറീസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഓരോ ഡൊമൈൻ്റെ അണ്ടറിലും. അപ്പോൾ ആ കാറ്റഗറീസ് സെലക്ട് ചെയ്യാൻ മീൻസ് ആ കാറ്റഗറീസ് വെക്കുന്ന ഒരു കളക്ഷനാണ് കാറ്റഗറി, നെയിം, ഡിസ്ക്രിപ്ഷൻ, ഇമേജ് എന്നുള്ള രീതിയിലുള്ളത്. ഇതിനകത്ത് ഇനി ഡിഫിക്കൽറ്റി ഇതുപോലെ തന്നെ ഉണ്ട്. ഈസി, ഹാർഡ്, മീഡിയം, അഡ്വാൻസ്ഡ്, അങ്ങനെ പല ഡിഫിക്കൽറ്റി ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു മൊഡ്യൂളാണ്. ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു കളക്ഷനകത്ത് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഒരു ആൻസർ കീ ഉണ്ടാവും, പിന്നെ കാറ്റഗറി ഉണ്ടാവും, ഡിഫിക്കൽറ്റി ഉണ്ടാവും, പിന്നെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. അതിനകത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ്, ന്യൂട്രൽ, നെഗറ്റീവ് എന്നുള്ള രീതിയിൽ 3 ഫീഡ്ബാക്ക് ടെംപ്ലേറ്റുകളാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്തുള്ളത്. അതായത് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ UI ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലത്തെ 3 ടെംപ്ലേറ്റ് കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ ടെംപ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഏത് ടെംപ്ലേറ്റിനകത്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ്. മീൻസ് ഇനിഷ്യൽ സ്ക്രീനിങ്ങിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫ്ലട്ടറിലാണോ ഈ ക്വസ്റ്റ്യൻ ഉള്ളത്, അങ്ങനെ ടെംപ്ലേറ്റ് മീൻസ് ക്വസ്റ്റ്യൻ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇൻ്റർവ്യൂ ടെംപ്ലേറ്റ്സിനകത്ത് നെയിം, ഡിസ്ക്രിപ്ഷൻ, ഇമേജ് എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂ ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. ഇൻ്റർവ്യൂ, അതായത് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം സ്കോറൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ എന്നുള്ള കളക്ഷൻ വരും. അതിനകത്ത് കാൻഡിഡേറ്റ് നെയിം, സ്കോർ, ഫീഡ്ബാക്ക്, നോട്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യനകത്ത് സീക്വൻസ് നമ്പർ, ക്വസ്റ്റ്യൻ, സ്കോർ, ഫീഡ്ബാക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റാബേസുകളിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കളക്ഷൻസിലേക്ക് ഫയർ സ്റ്റോറിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റാബേസ് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ കളക്ഷൻസ്, ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കളക്ഷൻസ് എല്ലാം നമുക്കിവിടെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഡാറ്റാബേസിനെ എങ്ങനെ നമ്മുടെ അപ്ലിക്കേഷനിലേക്ക് ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അതായത് എങ്ങനെ ഫയർബേസ് നമ്മുടെ അപ്ലിക്കേഷനിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് വേറെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ മീഡിയം ആർട്ടിക്കിൾസോ ഒന്നും നമ്മൾ റെഫർ ചെയ്യുന്നില്ല. നമ്മൾ നേരെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലേക്കാണ് പോകുന്നത്. ഫ്ലട്ടർ ഫയർബേസ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് വരുന്ന ഫസ്റ്റത്തെ ലിങ്ക് firebase.google.com ഡോക്യുമെൻറ്റേഷൻ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആഡ് ഫയർബേസ് ടു ആൻ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ലിങ്കിനകത്ത് ഫ്ലട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ വായിച്ചിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫയർബേസ് പ്രൊജക്റ്റിനെ നമ്മളുടെ അപ്ലിക്കേഷനിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ ഗൂഗിൾ ഡ്രൈവിൽ ഷെയർ ചെയ്തിട്ട് ലിങ്ക് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് റെഫർ ചെയ്യാം. അത് റെഫർ ചെയ്ത് നിങ്ങൾക്കും ഇപ്പോൾ നമ്മൾ ചെയ്ത് നിർത്തിയേക്കുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റെപ്പോസിറ്ററിയിൽ ചെയ്യാം. അതിനുശേഷം ഇവിടെ മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉടനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദെൻ യാ, ദാറ്റ്സ് ഓൾ. ബൈ.